ഹായ് ഹലോ വെൽക്കം ടു മല്ലൂസ്ഫിയർ. ഇപ്പോൾ ഒരാൾ ഒരു സ്കൂട്ടർ എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലേക്ക് കുറേ വണ്ടികളുടെ ലിസ്റ്റ് വരും. അതിൽ ഒന്നാമതായിട്ടിരിക്കുന്ന ഒരു വണ്ടി ഉറപ്പാണ് TVS എൻടോർക്ക്. ആ എൻടോർക്കിൻ്റെ റിവ്യൂ ആണ് ഞങ്ങളുടെ ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ നമ്മുടെ നിരത്തിലുണ്ട്. അവർ എല്ലാവരും നല്ല കട്ട മത്സരത്തിലാണ്. ഇപ്പോൾ TVSൻ്റെ എൻടോർക്ക് ആവട്ടെ, ഡിയോ ആവട്ടെ, ഹോണ്ടയുടെ ഡിയോ ആവട്ടെ, യമഹയുടെ റേ ആവട്ടെ, സുസുക്കിയുടെ ബർഗ്മാൻ. നമ്മുടെ മല്ലൂസ്ഫിയറിൻ്റെ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് ബർഗ്മാൻ്റെ റിവ്യൂ ആണ്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണണം. നമ്മുടെ അടുത്തതായിട്ട് ഹോണ്ടയുടെ ഡിയോയുടെ റിവ്യൂ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരുപാട് മത്സരമാണ് ഈ സ്കൂട്ടർ രംഗത്ത് ഇപ്പോൾ നിരത്തിലുള്ളത് തന്നെ. അപ്പോൾ അതിലിപ്പോൾ ഏറ്റവും സക്സസ് ആയ ഒരു വണ്ടി, എല്ലാവരും സക്സസ് തന്നെയാണ്, എന്നാലും ഏറ്റവും കൂടുതൽ യുവാക്കളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചിരിക്കുന്ന ഒരു വണ്ടി ഡിയോയ്ക്ക് ശേഷം TVS എൻടോർക്ക് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. എൻടോർക്ക് എന്തുകൊണ്ടാണ് ഇത്ര സക്സസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻജിനും സ്പെസിഫിക്കേഷനും അതിനൊക്കെ അപ്പുറത്ത് വണ്ടിയുടെ ലുക്ക് തന്നെയാണ്. നല്ല സ്റ്റൈലിഷ് ലുക്ക്. ആദ്യം ഡിയോ ആണ് ഈ രംഗത്ത് ഏറ്റവും സൂപ്പർ ലുക്കിൽ വന്നത്. അതിനുശേഷം നല്ല ലുക്കിൽ നമ്മുടെ യമഹയുടെ റേ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊക്കെ അപ്പുറത്ത് നല്ല ഒരു സ്പോർട്ടി ലുക്കിൽ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ലുക്കിൽ വന്ന ഒരു വണ്ടിയാണ് TVS എൻടോർക്ക്. ഇപ്പോൾ ഒരുപാട് എഡിഷൻ അവർ TVS എൻടോർക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിലെ ഒരു യെല്ലോ ബ്ലാക്ക് ശ്രേണിയിൽപ്പെട്ട ഒരു വണ്ടിയാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു സുഹൃത്ത് പ്രമോദ് രാജേന്ദ്രൻ്റെ വണ്ടിയാണ്. അപ്പം പുള്ളിക്കാരെ എടുത്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. വണ്ടി നല്ല ലുക്കാണ്. ആ ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ട് തന്നെ TVSകാർ അതിൽ ചെയ്തിട്ടുണ്ട്. പതിപോലെ നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതിനകത്ത് നമുക്കൊരു DRL വരുന്നുണ്ട്. DRL ഒരു T ഷേപ്പിലാണ് DRL വരുന്നത്. എന്നിട്ട് നമുക്ക് ബ്രൈറ്റിന് വേണ്ടി 2 LED ഉണ്ട്, ഡിമ്മിന് വേണ്ടി 2 LED ഉണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഹെഡ്ലൈറ്റ് എന്ന് തന്നെ പറയാം. നല്ല ലുക്കുമാണ്. ഇത് സ്പെഷ്യൽ എഡിഷൻ മാത്രം, റൈസ് എഡിഷൻ മാത്രമേ ഉള്ളൂ ഈ ഒരു LED ലൈറ്റ്. നമുക്കിപ്പോൾ നോർമൽ എഡിഷൻ ആണെന്നുണ്ടെങ്കിൽ ഹാലജൻ ബൾബാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വരുന്നത് ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. ഫ്രണ്ടിൽ നമുക്ക് ബ്രേക്ക് വരുന്നത് പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ്, 220mm പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ നമുക്ക് ഈ വണ്ടി ഫുള്ള് ഫൈബറാണ്. പക്ഷേ ഈ ഒരു മഡ് ഗാർഡിലെ ഫെൻഡറിൻ്റെ ഈ ഒരു പാർട്ടിൻ്റെ ഫൈബർ ക്വാളിറ്റി അത്ര പോരാ. ബാക്കിയെല്ലാം പക്ഷേ നല്ല സ്റ്റേഡിയാണ്. ബാക്കിയെല്ലാം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഈ ഒരു ഭാഗം പക്ഷേ തട്ടുന്ന ഭാഗമാണ്. എന്നിട്ട് എന്താണ് അറിയില്ല, അവർ ഈ ഒരു ഭാഗത്തിൻ്റെ ക്വാളിറ്റി കുറച്ച് മോശമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെയാണ് വരുന്നത്. അതും ഒരു ഡ്യുവൽ ടോൺ കളറായിട്ടാണ് വരുന്നത്, യെല്ലോയും ബ്ലാക്കും. നമുക്ക് ഇതിൻ്റെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ കൂടി വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഹാലജൻ ബൾബാണ്, LED ഒന്നുമല്ല. ഇവിടെയും ഒരു 125cc എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. അതും ഒരു റൈസിങ് DNA ഉള്ളൊരു കമ്പനിയാണ് TVS. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എല്ലാ സ്ഥലത്തും ഒരു ഗ്രാഫിക്സ് മൊത്തം ഒരു റൈസിങ് ബേസ്ഡ് ഗ്രാഫിക്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ കാണുന്നത് ഇവിടെയും ഒരു TVS റൈസിങ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇവിടെ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഫിനിഷ് ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്കിവിടെ ഒരു അലൂമിനിയം ഫുഡ് റെസ്റ്റ് കാണാം. പിന്നെ ഇവിടെ ഒരു ഗ്രേ ഷെയ്ഡും വരുന്നുണ്ട്. ഇവിടെ യെല്ലോ, ഇവിടെ ബ്ലാക്ക്, 3 കളറായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ വീണ്ടും കുറച്ച് ഗ്രാഫിക്സും ഒരു 3D ഒരു എംബ്ലോം കാണാം എൻടോർക്ക് 125cc എന്ന്. ഇവിടെ നമുക്ക് ബാക്കിലും കുറച്ച് കാർബൺ ഫൈബറിൻ്റെ കുറച്ച് ഇത് കാണാം. പിന്നെ എൻ്റെ എക്സോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു വെറൈറ്റി ലുക്കുള്ളൊരു എക്സോസ്റ്റാണ്. ഒരു ഇച്ചിരി നല്ല ഹെവി സൗണ്ടും തരുന്നുണ്ട്, ഹെവി ലുക്കും ഉണ്ട്. നമുക്കൊരു സാധാരണ രീതിയിൽ കാണുന്ന എക്സോസ്റ്റിനൊന്നും അല്ലെങ്കിൽ ഒരു ഗിയർലെസ് വണ്ടിക്കൊന്നും ഇത്രയും നല്ലൊരു ബാസുള്ള സൗണ്ട് കിട്ടുന്നില്ല. പക്ഷേ ഇതിന് നല്ല സൗണ്ടാണ്. നമുക്ക് ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 12 ഇഞ്ചിൻ്റെ അലോയാണ് വരുന്നത്. ബാക്കിൽ 110/80 ടയറും ഫ്രണ്ടിൽ 100/80 ടയറുമാണ് വരുന്നത്. എൻടോർക്കിൻ്റെ ബാക്കിലത്തെ ഡിസൈനും അത്യാവശ്യം ഒരു വെറൈറ്റി കൊണ്ടുവന്നുള്ള ഡിസൈനാണ്. കാരണം ഇവിടെ ഒരു T ഷേപ്പിലുള്ള ഒരു LED ബാക്ക് ലൈറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എയർ ഡാം പോലെ ഒരു 2 ഡിസൈൻ കാണാം. അത് ഫങ്ഷനിങ് അല്ല, ഒരു ജസ്റ്റ് മോഡലാണ്, എങ്കിലും ഒരു നല്ല ലുക്കാണ് നമുക്ക് ബാക്കിൽ നിന്ന് കാണാനും. ഇൻഡിക്കേറ്ററെല്ലാം ഹാലജൻ ബൾബാണ്. ഇവിടെയും TVSൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അതിനുശേഷം ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്, താഴെ നമ്പർ പ്ലേറ്റ്. ഇനി നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഹാൻഡ് റെയിലാണ് കാണുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്, അത്യാവശ്യം നല്ല സ്റ്റേഡിയാണ്. നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് നന്നായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു ഹാൻഡ് റെയിലാണ്. പിന്നെ സൈഡിൽ നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ആയിട്ടൊരു ഹാൻഡ് റെയിൽ വരുന്നുണ്ട്.
നമുക്ക് ഇതിൻ്റെ ഫ്യൂൽ ഫില്ലിംഗ് വരുന്നത് എക്സ്റ്റേണൽ ആയിട്ടാണ്. അവിടെ എൻഡോർക്കിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ളത് ഇവിടെ കീ ഇട്ടാണ്. നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫ്യൂൽ ഫില്ലിംഗ് ഓപ്പൺ ചെയ്യാനുള്ളതും എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ സീറ്റ് ഓപ്പൺ ആവും, ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂൽ ഇൻടേക്ക് ഓപ്പൺ ആവും. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ്. നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് കറക്റ്റ് 124.8 cc ആണ് വരുന്നത്. സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പുറത്തെ സൈഡ് അതേപോലുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു. ഒരു ബ്ലാക്ക് ഇതിൽ നമുക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്. അത് നല്ലൊരു ഡിസൈൻ ആയിരുന്നു. ഇവിടെ ലേഡീസ് ഫുഡ് റെസ്റ്റ് കാണാം, സൈഡ് സ്റ്റാൻഡ്, സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ നമുക്ക് അപ്പുറത്തെ പോലത്തെ ഒരു TVS റൈസിംഗ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഡിസൈനും കാണാം. പിന്നെ സീറ്റും ഫ്യൂലും ഓപ്പൺ ആക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. നമുക്കിവിടെ കീ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ ഫ്യൂൽ ഇൻടേക്ക് ഓപ്പൺ ആക്കാം. അതുപോലെ നമുക്ക് റൈറ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഓപ്പൺ ആവും. സീറ്റിനടിയിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. പക്ഷേ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റൊന്നും വെക്കാനുള്ള അത്രയും ഒരു സ്റ്റോറേജ് കിട്ടില്ലെങ്കിലും ബാക്കിയുള്ള നമുക്കൊരു ഹാഫ് ഫേസും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ വെക്കാൻ നമുക്ക് നല്ല സ്ഥലമുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. രാത്രിയൊക്കെ നമുക്ക് ഇപ്പോൾ സീറ്റിനടിയിൽ നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റ് അവർ തരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈ സർവീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം OBD എന്ന് പറയും, ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് പോർട്ട് എന്നാണ്. ഇത് അവർക്ക് സർവീസ് സെൻറ്ററിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടു ചെല്ലുമ്പോൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ കാണിക്കും. പിന്നെ നമുക്ക് സീറ്റിനടിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു മെഡിക്കിറ്റ് ഉണ്ട്, ഒരു ടൂൾ ബോക്സ് ഉണ്ട്, അത്രയൊക്കെ തന്നെയാണുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ സ്വിച്ചുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈ ബീം ഉണ്ട്, ലോ ബീം, ഇവിടെ ഒരു പാസ് ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ. ഈ സൈഡിലാണെങ്കിൽ നമുക്കൊരു എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ എൻജിൻ സ്റ്റാർട്ട് ബട്ടണും വരുന്നുണ്ട്. ഇതിൽ പിന്നെ പറഞ്ഞാലും തീരാത്ത ഫീച്ചേഴ്സുള്ള ഒരു മീറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് TVSനൊരു ബിഗ് താങ്ക്സ് പറഞ്ഞേ പറ്റൂ. ഈ സെഗ്മെൻറ്റിൽ ആദ്യത്തെ ഇത്രയും ഫീച്ചേഴ്സുള്ള ആദ്യത്തെ മീറ്ററായിരുന്നു അവർ എൻഡോർക്കിനെ കൊണ്ടുവന്നിരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കമുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള മീറ്ററാണ്. ഇതിനകത്ത് ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കാണാം, ഫ്യൂവലിൻ്റെ എത്രയുണ്ടെന്ന് നമുക്ക് കാണാം, ടൈം കാണാം, ടോട്ടൽ കിലോമീറ്റർ കാണാം, ട്രിപ്പ് മീറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ റൈസ് മോഡ്, സ്ട്രീറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്പോർട്സ് മോഡിനകത്ത് നമുക്ക് ലാപ്പ് ടൈമറൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ടോപ്പ് സ്പീഡ് കാണിക്കുന്നുണ്ട്. TVSൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അത് നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിത് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവർ തരുന്നുണ്ട്. നമുക്ക് ഇൻകമിംഗ് കോൾ കാണാം, മെസ്സേജസ് കാണാം, മിസ് കോൾ അലർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ തരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു എക്കണോമിക് പവർ എന്നും പറഞ്ഞൊരു ലൈറ്റ് കാണാം, ഒരു ഇൻഡിക്കേഷനാണ്. അതായത് നമ്മൾ എക്കണോമിക് മോഡിലാണ് ഓടിക്കുന്നത്. അതായത് നമ്മളൊരു അത്യാവശ്യം ഒരു 45, 50 അല്ലെങ്കിൽ ഒരു 60ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്കോ മോഡായിരിക്കും, ഒരു ഗ്രീൻ ലൈറ്റ് ആയിരിക്കും ഇവിടെ കത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പനി പറയുന്ന മാക്സിമം മൈലേജ് നമുക്ക് കിട്ടുന്നതാണ്. അതല്ല നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ത്രോട്ട് കൊടുത്താണ് ഓടിക്കുന്നതെങ്കിൽ പവർ മോഡ് ഓൺ ആവും. പക്ഷേ പവർ ഓക്കെയാണ്, പക്ഷേ മൈലേജ് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ആ ഒരു കാര്യത്തിൽ. സൈഡ് മിറേഴ്സൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മിററാണ്. നമുക്ക് നല്ല വ്യൂ ഉണ്ട്, നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ബ്രേക്കിങ്ങിന് ഒരു ലോക്ക് വരുന്നുണ്ട്, നമ്മളത് ഹാൻഡ് ബ്രേക്ക് എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പിടിക്കുക, ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് അവിടെ ഹോൾഡായിട്ട് നിൽക്കും. അപ്പോൾ വണ്ടി നമുക്കൊരു ഇറക്കത്തിലേക്കാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് താഴോട്ടങ്ങ് പോകാതെ നമുക്ക് പിടിച്ച് നിർത്താം. എന്നിട്ട് നമുക്കിത് എങ്ങനെ റിലീസ് ചെയ്യുന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക്കായി റിലീസ് ആവും. നമുക്കിനി എൻഡോർക്കിൻ്റെ റൈഡ് റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്കതിൻ്റെ മൈലേജിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് റെഡ് ലൈൻ ചെയ്യാതെ ഓടിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ BS6 വെർഷനിൽ ഏകദേശം ഒരു 45 മുതൽ 50 വരെ മൈലേജ് ലഭിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ ഷോറൂമിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ റെഡ് ലൈൻ ചെയ്ത് ഓടിക്കുന്നവർക്ക് മൈലേജ് കുറവ് തന്നെയാണ്. ഇപ്പോൾ ഈ വണ്ടി എന്നല്ല ഏത് വണ്ടിയായാലും നമ്മൾ നന്നായിട്ട് ത്രോട്ടിൽ കൊടുത്ത് നല്ല പവർ യൂസ് ചെയ്ത് ഓടിക്കുകയാണ് എങ്കിൽ മൈലേജ് നന്നായിട്ട് കുറയും. അടുത്തതായിട്ട് പറയാനുള്ളത് വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിങ്ങും കംഫർട്ടും അതിനെല്ലാം ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇതിൻ്റെ നല്ല വീതി കൂട്ടി ടയറുകളും ഇതിൻ്റെ സസ്പെൻഷനുമാണ്. വളരെ നല്ലൊരു റെസ്പോൺസാണ് ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഏത് റോഡിൽ കൂടിയായാലും, നല്ല റോഡായാലും ഇപ്പോൾ കുറച്ച് ഓഫ് റോഡ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ വണ്ടിയിൽ. സസ്പെൻഷനൊക്കെ നല്ല റെസ്പോൺസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ടയറിന് നല്ല വീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോർണർ ചെയ്തെടുക്കാൻ നല്ല സുഖമാണ്. നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ചരിഞ്ഞ് നമ്മളെ കൺട്രോൾ പോകുന്നു എന്നുള്ള ഒരു ഫീലും നമുക്ക് വണ്ടിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല.
ഡയമെൻഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 1861 mm ഹൈറ്റ് ഉണ്ട്, 710 mm വിട്ടും 1164 mm ഹൈറ്റുമാണുള്ളത്. നമുക്കിതിൽ വീൽ ബേസ് വരുന്നത് 1285 mm വീൽ ബേസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 155 mm ആണ്. ഇതിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത് 118 കിലോഗ്രാമാണ്. പിന്നെ നമുക്ക് ലോങ് റൈഡ് എൻഡോർക്കിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം വണ്ടിയുടെ സൈഡിൽ നിന്ന് വേറെ പ്രോബ്ലം ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ കംഫർട്ട് കുറച്ച് കുറവാണ്. കാരണം സീറ്റ് നമുക്ക് അത്ര വിശാലമായ സീറ്റോ നമുക്ക് ഒരുപാട് കംഫർട്ട് തരുന്ന സീറ്റോ ഒന്നുമല്ല. അതുപോലെ തന്നെ കാല് നമുക്ക് വയ്ക്കാനുള്ള ഫുഡ് വയ്ക്കാനുള്ള ഏരിയ എല്ലാം കുറച്ച് ഏരിയ കുറവാണ്. സോ അതൊരു ഇഷ്യൂ ആണ്. പക്ഷേ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള റൈഡർക്കാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ലോങ് പോകാം, ടൂറിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം. വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് BS6 പ്രൈസ് എഡിഷന് വരുന്നത് 83,026 രൂപയാണ് എക്സ് ഷോറൂം വരുന്നത്. നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻഡോർക്കിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ബെർഗ്മാൻ്റെ റിവ്യൂവും എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത റിവ്യൂ എന്ന് പറയുന്നത് ഹോണ്ടയുടെ ഡിയോ ആയിരിക്കും. അപ്പോൾ അത് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.